നമസ്കാരം. എനിക്കിന്ന് പാലടിയാണ് എൻ്റെ വിഷു സ്പെഷ്യൽ പായസം. കുട്ടികളൊന്നും വെല്ലമിട്ട പായസം കുടിക്കില്ല. അപ്പം ഞാൻ ഇന്ന് വെള്ളപ്പായസം ആക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പാലട ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പാലട എൻ്റെ പായസമാണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ അട കുതിർത്ത് വെച്ചിട്ടുണ്ട്, പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ അട ഇട്ട് കൊടുക്കട്ടെ. ഞാൻ അട ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് 3 പാക്കറ്റ് പാലാണ് ഒഴിച്ചത്. അപ്പോൾ അടയൊന്ന് നല്ലപോലെ വേവട്ടെ. ഇതിനിടയ്ക്ക് ഈ പായസത്തിൽ ചേർക്കാൻ കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ബട്ടറിൽ ലേശം മൈദ മാവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് പാകാക്കിയിട്ടുണ്ട്. ഈ സോസ് നല്ലപോലെ പാകാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പാലട എത്ര നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഒരു ഇതുപോലെ ഉണ്ടാവും, ചേർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ചേർച്ചയായിരിക്കും. അതിനുവേണ്ടി ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്, ഒരു ചേർച്ച കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഏകദേശം കുറുകി വന്ന് അട വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് പഞ്ചസാര ചേർക്കട്ടെ. പഞ്ചസാര ഞാൻ കുറച്ച് കാരമലൈസ് ചെയ്തിട്ട് അതുകൂടെ ഇതിലോട്ട് ചേർക്കും. അപ്പം അടക്ക് നല്ലൊരു കളറും ആയിരിക്കും. കാരമൽ ചെയ്ത പഞ്ചസാരയും ഞാൻ ഉണ്ടാക്കിയ സോസും എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പം ഇത് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസം ഒരു പിങ്ക് കളറ് വന്നു, പാലടക്കൊരു പിങ്ക് കളറ് വന്ന് ഏകദേശം പായസം ആവാനായി. ഇതിലോട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പിങ്ക് പാലട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പാലട നല്ലൊരു അധികം ലൂസായിട്ടും ഉണ്ടാവില്ല, നല്ലൊരു കൊഴുപ്പിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ പാലട അട വേറെ തന്നെ ഇത് കിടക്കും പാലിൽ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പാലട ഉണ്ടാക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പായസം ഇപ്പോൾ നല്ലൊരു പിങ്ക് കളറിലായി. ഇതുപോലെയാണ് ശരിക്കുള്ള പാലടേൻ്റെ ആ ഒരു കളർ വരിക. ഒരു ക്രീമും അല്ല പിങ്കും അല്ലാത്തൊരു കളറിലാണ് ഉണ്ടാവുക. അപ്പം ഞാനിതൊന്ന് മധുരമെല്ലാം ഒന്ന് നോക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കും. ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇത്യാദികളൊന്നും ഇടേണ്ടതില്ല, ഞാൻ ഇടാറുമില്ല. വെറും അടയായിട്ട് തന്നെയാണ് ഉണ്ടാവില്ല. ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ പായസം ആയിട്ടുണ്ട്. ഞാനൊന്ന് പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആണെങ്കിലാണെന്ന് പറയും, ഇല്ലെങ്കിൽ പറയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്, നല്ല പായസമാണ്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വിഷു സ്പെഷ്യൽ പാലട പായസം റെഡിയായിന്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ ആ ഒരു കൊഴുപ്പും ഇതും എല്ലാം കറക്റ്റാണ്. ഇല്ലെങ്കിൽ പായസം ഒരു ചേർച്ച ഉണ്ടാവില്ല. ഞാനതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇന്ന് വിഷു അല്ലേ, അപ്പം വിഷുവിന് ഇന്ന് നമ്മുടെ പായസം ഇതാണ്. പാലട പ്രഥമൻ ഞാൻ അവർക്കൊന്ന് കൊടുക്കുന്നുണ്ട്. ഓർന്ന് കുടിച്ചിട്ട് പറയട്ടെ. ഈ പാലട നല്ല രസായിന്, വേറെ എന്തെന്നും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും എൻ്റെ
ഹാപ്പി വിഷു.